PV അൻവറിന്റെ വെളിപ്പെടുത്തലിൽ കൂടുതൽ കാര്യങ്ങൾ ഓരോ തരത്തിലും PV അൻവറിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണത്തിലേക്ക് വിവാദങ്ങൾ പുകഞ്ഞിരിക്കെ പരോക്ഷ വിമർശന പോസ്റ്റുമായി അതായത് CPM-ൽ മലപ്പുറത്ത് മുൻ ജില്ലാ സെക്രട്ടറി PP വാസുദേവൻ രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ ഇന്നലെയും അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് തുടർച്ചയായുള്ള പോസ്റ്റുകൾ അദ്ദേഹം ഇടുന്നുണ്ട്. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീഷ്മ പിതാമഹനെ വീഴ്ത്തിയത് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയാണ് എന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റ്. ഉന്നം വേറെയാണ്, ജാഗ്രത എന്നായിരുന്നു. അതിനുശേഷം ആരെയും മനസ്സിൽ കണ്ടല്ല എന്നും ഉറങ്ങുന്നവരെ ഉണർത്താം, എന്നാൽ ഉറക്കം നടിക്കുന്നവരെയോ എന്ന ചോദ്യം അദ്ദേഹം ഉയർത്തുന്ന പശ്ചാത്തലമുണ്ട്. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല എന്നും അദ്ദേഹം ആ പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. CV അനുമോദ് വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അനുമോദ്, CPM-ൽ ഒരു ആഭ്യന്തര പ്രശ്നമായി കുറഞ്ഞപക്ഷം മലപ്പുറത്തെങ്കിലും, കാരണം മലപ്പുറത്തെ CPM-ന്റെ സ്വതന്ത്ര MLA ആണ്, മലപ്പുറത്തെ പാർട്ടിക്ക് ഒരുപാട് വേരുകൾ ഉണ്ടാക്കുന്ന നേതാവാണ്. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുണ്ട് അനുമോദിന്. പക്ഷെ പാർട്ടിയുടെ ഒരു ആഭ്യന്തര പ്രശ്നമായി ഈ അൻവർ ഓരോ ദിവസവും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ മാറുന്നുണ്ടോ? തീർച്ചയായും PV അൻവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ അതിന് പൊതുജന സ്വീകാര്യത ഏറെ ലഭിക്കുന്നു. പാർട്ടി അണികൾക്കിടയിൽ തന്നെ വലിയ സ്വീകാര്യത ലഭിക്കുന്നു. അത്തരത്തിൽ അൻവർ തന്റേതായ ഒരു ശൈലിയിൽ മുന്നോട്ട് പോകുന്നു. പക്ഷേ അവിടെ പ്രതിസന്ധിയിലാകുന്നത് പാർട്ടിയാണ്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളാണ് എന്നൊരു വിലയിരുത്തലാണ് ഇടതുപക്ഷത്തിനുള്ളത്. കാരണം അദ്ദേഹം ഉന്നയിക്കുന്ന പല കാര്യങ്ങളും പാർട്ടിയെ യഥാർത്ഥത്തിൽ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അൻവറിനെതിരെ പറയുവാൻ അല്ലെങ്കിൽ അൻവർ നടത്തുന്ന പോരാട്ടങ്ങൾക്ക് മറ്റൊരു തരത്തിലുള്ള വ്യാഖ്യാനം നൽകുവാനോ പാർട്ടിക്ക് കഴിയാത്ത ഒരു സാഹചര്യമാണ്. അദ്ദേഹം സ്വതന്ത്ര MLA ആണെന്ന് അദ്ദേഹത്തിന് എന്തും പറയാമെന്നും MV ഗോവിന്ദൻ മാഷും അതേപോലെ തന്നെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ തോമസ് ഐസക്കൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് കേട്ടെന്നാണ്. അതായത് പാർട്ടിയെ സംബന്ധിച്ച് അൻവറിന് മൂക്കുകയറിടുക എന്നുള്ളത് നിലവിലെ സാഹചര്യത്തിൽ അസാധ്യമായിട്ടുള്ള ഒന്നാണ്. അതിന്റെ ഒരു പ്രതിസന്ധി പാർട്ടിയിലെ ഉന്നത നേതാക്കളൊക്കെ തന്നെ രഹസ്യമായിട്ട് പങ്കുവെക്കുന്നുമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അതുകൊണ്ടാണ് PP വാസുദേവൻ മാഷുടെ ഈ പോസ്റ്റിന് ഏറെ പ്രാധാന്യമുള്ളത്. അതിൽ കൃത്യമായിട്ട് അദ്ദേഹം രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പങ്കുവെക്കുന്നത്. മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ആരെ മുൻനിർത്തി ആരെ വീഴ്ത്തി എന്നുള്ളത് അതൊരു വലിയ ഉപമയായിട്ട് തന്നെയാണ് കാണാൻ. കാരണം ഈ ഒരു പോരാട്ടത്തിനൊടുവിൽ ആരാണ് വീഴാൻ പോകുന്നത് എന്നത് കണ്ടറിയണം. ഈ ഒരു കാര്യം അൻവർ നടത്തുന്നത് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒപ്പം നിൽക്കുന്നവരെ അവരുടെ പൊള്ളത്തരം തുറന്നു കാണിക്കാനെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പോലും അതിൻ്റെ ദോഷം വരിക സർക്കാരിനാണ് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനാണ് എന്ന സന്ദേശം പങ്കുവെക്കുന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പോസ്റ്റ് നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടത്. കാരണം എല്ലാം പറഞ്ഞാൽ മുഴുവൻ പറയാൻ ചിലപ്പോൾ കഴിയില്ല. അപ്പോൾ വരികൾക്കിടയിൽ വായിക്കണം, അതിനെ വ്യാഖ്യാനിക്കണം. അതുതന്നെയാണ് രാഷ്ട്രീയം. മലപ്പുറത്ത് നടക്കുന്ന ഒരു CPM-ന്റെ ആഭ്യന്തരമായിട്ടുണ്ടാകുന്ന ഒരു വിഷമം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതിസന്ധിയാണ് വാസുദേവൻ മാഷുടെ ഈ പോസ്റ്റിൽ പങ്കുവെക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇതിൽ പരസ്യമായൊരു പ്രതികരണത്തിന് നേതാക്കൾ ആരും തന്നെ തയ്യാറാകുന്നില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നമുക്കറിയാം അൻവർ ഉന്നയിച്ച ആവശ്യം. അതിൻ്റെ മുകളിൽ DGPയുടെ അന്വേഷണം നടക്കുകയാണ്. 1 മാസത്തെ സമയപരിധിയുണ്ട്. അപ്പോൾ അൻവർ ഉന്നയിച്ച ഓരോ കാര്യങ്ങളിലും അതിൽ അന്വേഷണം നടത്തി തെളിവ് ശേഖരിച്ച് അത് നിൽക്കുന്നതാണോ അല്ലയോ എന്നുള്ളത് അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ നമുക്ക് മറ്റു തരത്തിലേക്കുള്ള പ്രതികരണങ്ങളിലേക്ക് പോകാൻ കഴിയുകയോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാൻ കഴിയൂ. കാരണം അൻവറിൻ്റെ ആക്ഷേപങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ വലിയ ചർച്ച ചെയ്തൊരു വിഷയമാണ്. ADGPയുടെ പല വിഷയമാവട്ടെ, അതേപോലെ തന്നെ ഇടവണ്ണയിലെ കൊലപാതക വിഷയമാവട്ടെ. അപ്പോൾ ആ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നതാണോ അല്ലയോ എന്നുള്ളത് അന്വേഷണത്തിൽ തെളിയട്ടെ. അതിനുശേഷം മറ്റ് തരത്തിലുള്ള പ്രതികരണങ്ങളിൽ കിടക്കാവുന്നൊരു നിലപാടാണ് പാർട്ടിക്കുള്ളത്. പക്ഷേ പാർട്ടിക്കുള്ളിൽ അൻവർ ഉണ്ടാക്കുന്ന പ്രതിസന്ധി ചില്ലറയല്ല. പാർട്ടിക്ക് മുകളിൽ അൻവർ വളർന്നുകൊണ്ടിരിക്കുന്നു. പാർട്ടിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് അൻവർ മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് അൻവർ ഒറ്റയ്ക്ക് നിന്നാലേ അവിടെ ജയിക്കൂ എന്ന് പറയുമ്പോൾ പാർട്ടി അൻവറിന് വശംവദനാവേണ്ട സാഹചര്യം വരുന്നു. ഇതേ മാതൃകയിൽ മറ്റ് സ്വതന്ത്ര MLA-മാർ കൂടി പോവുകയാണെങ്കിൽ അത് പാർട്ടിയെ സംബന്ധിച്ച് ഉണ്ടാക്കുന്ന പ്രതിസന്ധി ഏറെ വലുതാകും. അങ്ങനെ പാർട്ടിയെ സംബന്ധിച്ച് എണ്ണമറ്റ ചോദ്യങ്ങൾ ഈ ഒരു വിഷയം ഉയർത്തുന്നുണ്ട്. അൻവർ ഉന്നയിച്ച ആവശ്യങ്ങൾ പൊതുജന പ്രസക്തമാണ് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കിടയിൽ സ്വീകാര്യത കിട്ടുന്നത് കൊണ്ട് തന്നെ അതിനെ തള്ളിപ്പറയുക പാർട്ടിയെ സംബന്ധിച്ച് ഇന്നത്തെ നിലയിൽ മലപ്പുറത്ത് സാധ്യമായ ഒരു കാര്യമല്ല. പക്ഷേ പാർട്ടി സഹിക്കുകയാണ് എന്ന് സൂചിപ്പിക്കുന്ന FB പോസ്റ്റ് തന്നെയാണ് PP വാസുദേവൻ മാസ്റ്ററുടെ. ഈ അൻവർ കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ കണ്ടത് അവിടെ കോട്ടയ്ക്കൽ അദ്ദേഹം എത്തുന്നു. അതിനുശേഷം ഈ പോലീസ് സ്റ്റേഷനിലടക്കം പരിശോധന നടത്തുന്നു. അവിടെയും അനുവാദമില്ലാതെ നിർമ്മിച്ചു എന്ന് പറയുന്നു. അവിടെ സുജിത് ദാസാണ് അതിന് കാരണക്കാരെന്ന് പറയുന്നു. അപ്പോൾ ഈ നമുക്ക് സാധാരണമായി അസാധാരണമെന്ന് നമുക്ക് പലപ്പോഴും വിചിത്രമെന്ന് പലപ്പോഴും തോന്നുന്ന രീതിയിലുള്ള നീക്കങ്ങൾ നിലപാടുകളൊക്കെ ഓരോ ദിവസവും നടത്തുന്നു. അതിനുള്ള ധൈര്യം ഒരു ഇടത് MLA ആണെങ്കിൽ പോലും ഒരു ജനപ്രതിനിധിക്ക് എങ്ങനെ ഉണ്ടാകുന്നു എന്നതൊരു പ്രശ്നമാണല്ലോ. വരും ദിവസങ്ങളിലും അൻവറിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം
എന്താണ് കാര്യങ്ങൾ നമുക്ക് കാണാം, ഇത്തരം നീക്കങ്ങൾ കാണാം. അതൊന്നും ചോദ്യം ചെയ്യാൻ ആരുമില്ല, അൻവറിനെ വിലക്കാൻ ആരുമില്ല. ഇപ്പോൾ പരാതി പാർട്ടിക്ക് മുന്നിലുണ്ട്, ചില വിഷയങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റെന്താണ് അൻവർ ആഗ്രഹിക്കുന്നത് എന്നൊരു പ്രശ്നമുണ്ടല്ലോ. ഇനിയും ഓരോ ദിവസവും കൂടുതൽ സമ്മർദ്ദവും പ്രതിസന്ധിയും പാർട്ടിക്കുണ്ടാക്കിയാൽ എത്ര നാൾ അൻവറിനെ ഇങ്ങനെ സംരക്ഷിച്ചു നിർത്താൻ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമാകും എന്ന ചോദ്യവുമുണ്ടല്ലോ. അതുതന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അൻവർ ഉന്നയിക്കുന്ന പല വിഷയങ്ങളും പൊതുജന സ്വീകാര്യമാണെങ്കിലും അദ്ദേഹത്തിന്റെ വഴി, അതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന മാർഗങ്ങൾ, അതിന്റെ ആയുധങ്ങൾ, ഇതൊക്കെ സ്വീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഷയം കൂടിയുണ്ട്. പൊന്നാനിയിലെ വീട്ടമ്മയുടെ പരാതിയെക്കുറിച്ച് പാർട്ടിക്കുള്ളിൽ വലിയ തോതിൽ കലാപം നടക്കുന്നുണ്ട്. പാർട്ടിയെ സംബന്ധിച്ച് അത് ഒരിക്കലും അംഗീകരിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല എന്ന തരത്തിലാണ് പാർട്ടിക്കുള്ളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അൻവർ MLA അവിടെ എത്തിയത് കൊണ്ട് മാത്രം പാർട്ടി പ്രവർത്തകർ അവിടെ എത്തിച്ചേരാൻ നിർബന്ധിതരാവുകയും ഒരു തരത്തിലുള്ള ഗൂഢാലോചനയ്ക്ക് ഒപ്പം നിൽക്കേണ്ടി വരികയും ചെയ്തു എന്ന ഒരു വിഷമം പലരും പങ്കുവയ്ക്കുന്ന സാഹചര്യം, ഇതൊക്കെ ആഭ്യന്തരമായിട്ട് നമുക്കറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അൻവർ ഉന്നയിക്കുന്ന ഒരു വിഷയം, ആ വിഷയം സാധൂകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തുന്ന പോരാട്ടങ്ങൾ, അത് യഥാർത്ഥത്തിൽ ഒരു പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ ലിഖിതമായ ആ നിയമങ്ങളും അതിൻ്റെ ചട്ടങ്ങളും ഒക്കെ ലംഘിക്കുന്ന തരത്തിലേക്കാണ് പോകുന്നത്. ആത്യന്തികമായിട്ട് പാർട്ടിയാണ് ഇവിടെ പ്രതിക്കൂട്ടിൽ പലയിടത്തും ആകുന്നത് എന്നതുകൂടി ഇതിൽ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട നിരീക്ഷണം, അൻവറിൻ്റെ ഈ ലക്ഷ്യം എന്താണ് എന്ന ചോദ്യമാണ്. യഥാർത്ഥത്തിൽ അഴിമതി വീരന്മാരായ പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടെത്തുകയാണോ, പുറത്തു കൊണ്ടുവരികയാണോ, അതോ അൻവറിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? നമുക്കറിയാം അൻവറിൻ്റെ ഒരു പ്രതിച്ഛായ കാലങ്ങൾക്ക് മുമ്പ് പല വിഷയങ്ങളിലും അൻവർ ആരോപണ നിഴലിലാവുകയും മാധ്യമങ്ങളിൽ അൻവറിനെതിരെ വലിയ വിമർശനം വരികയും അൻവറിൻ്റെ പാർക്കിനെ കുറിച്ചാകട്ടെ, മറ്റിടപെടലിനെ കുറിച്ചാകട്ടെ, ഭൂമി ഇടപാടുകളെ കുറിച്ചാകട്ടെ വലിയ തോതിൽ പ്രതിരോധവും പ്രതിഷേധവും ഒക്കെ തീർക്കേണ്ട സാഹചര്യത്തിലേക്ക് പോവുക അൻവർ പലതവണ പാർട്ടി അത്തരത്തിൽ പ്രതിസന്ധിയാക്കിയിട്ടുണ്ട്. അൻവറിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ആ അൻവറിനെ നമ്മൾ മാധ്യമങ്ങളിൽ ഇപ്പോൾ അൻവറിന് പൊതുജനം മധ്യത്തിൽ കിട്ടുന്ന, സാമൂഹ്യ മാധ്യമം കിട്ടുന്ന സ്വീകാര്യത, അതുകൊണ്ട് തന്നെ പാർട്ടിയെ സംബന്ധിച്ച് മറ്റൊരു തരത്തിലാണ് ആ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് അൻവറിൻ്റെ വാദങ്ങളെ തള്ളിക്കളയുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ അൻവർ ഇപ്പോൾ ഈ നടത്തുന്ന നീക്കങ്ങൾക്ക് പിന്നിൽ മറ്റെന്ത് ലക്ഷ്യമാണ് ഉള്ളത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതിന് പിന്നിൽ ഒരു കാര്യം രഞ്ജിത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അൻവർ ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ നിലവിലെ അതിൻ്റെ സാഹചര്യം, ഈ ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നതിന് ശേഷം സ്വർണ്ണക്കടത്ത് ഒരു നോൺ ബെയിലബിൾ ഒഫൻസാണ്. സ്വർണം കടത്തി പിടിച്ചാൽ 1 മാസം ജയിലിൽ റിമാൻഡിൽ പോകുന്ന സാഹചര്യമുണ്ട്. മുൻപാണെങ്കിൽ ഇത് സാമ്പത്തിക കുറ്റകൃത്യമായിട്ട് കണ്ട് ജാമ്യം ലഭിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ സ്വർണ്ണക്കടത്തിൻ്റെ അളവ് വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ സ്വർണം കടത്തുമായി ബന്ധപ്പെട്ട ചില മാഫിയകൾ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ടെന്നും അവരുടെ സമ്മർദ്ദം അൻവറിന്റെ മുകളിൽ ഉണ്ടോ എന്ന ചോദ്യം പാർട്ടിക്കുള്ളിൽ ഉയരുന്നുണ്ട്. ഇതൊക്കെ സംശയങ്ങളും ചോദ്യങ്ങളുമാണ്, അങ്ങനെയാണ് എന്നല്ല. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മറ്റെന്തെങ്കിലും സ്വാധീനം, മറ്റാരുടെയെങ്കിലും സ്വാധീനം ഉണ്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഇതൊക്കെ ഉത്തരം കിട്ടണമെങ്കിൽ 1 മാസത്തിനുള്ളിൽ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആ അന്വേഷണത്തിൽ അൻവർ അക്കമിട്ട് പറഞ്ഞ പരാതികളിൽ എന്ത് നിലപാട് സർക്കാർ എത്തും, അതിൽ എന്തെല്ലാം കണ്ടെത്താൻ കഴിയുമെന്ന കാര്യമാണ് അറിയേണ്ടത്. അതുവരേക്കും ഇത്തരത്തിലുള്ള ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാനുള്ള സാഹചര്യങ്ങൾ പാർട്ടി തേടേണ്ടി വരും. എന്തുതന്നെയാണെങ്കിലും പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിക്ക് മുകളിൽ അൻവർ വളരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് പാർട്ടിയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി മലപ്പുറം ജില്ലയിൽ ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല നമുക്കറിയാം, മലപ്പുറം ജില്ലയിൽ ഇടതുപക്ഷം നേരിടുന്ന പ്രതിസന്ധി ലീഗിനെ മറികടക്കാൻ ഇത്തരത്തിലുള്ള സ്വതന്ത്ര MLA-മാരെ കൊണ്ട് ആ ഓരോ മണ്ഡലത്തിൽ നിന്ന് അവിടെ പോരാട്ടം നടത്തി അവരുടെ വ്യക്തിപരമായ ഒരു സ്വാധീനം കൂടി ഉപയോഗിച്ച് വിജയിച്ച് കയറുന്നതാണ്. താനൂരിലാവട്ടെ, തവനൂരിലാവട്ടെ, നിലമ്പൂരിലാവട്ടെ, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. പൊന്നാനി മാത്രമാണ് അങ്ങനെ അല്ലാത്തൊരു മണ്ഡലം ഇവിടെയുള്ളത്. അപ്പോൾ മുൻപ് ഈ മാർഗം സ്വീകരിച്ചതിൽ പാർട്ടി ഇപ്പോൾ ഒരു പ്രതിസന്ധിയിൽ എത്തുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. എന്താണെങ്കിലും ഇത് പാർട്ടി വളരെ വലിയ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. പാർട്ടിയിലെ ഘടകങ്ങൾ, പാർട്ടിയിലെ നേതാക്കളൊക്കെ ഇത് ചർച്ച ചെയ്യുന്നുമുണ്ട്. പക്ഷെ നിലവിൽ അൻവറിനെതിരെ പരസ്യമായിട്ട് ഒരു പ്രതികരണത്തിലേക്കോ മറ്റേതെങ്കിലും തരത്തിലേക്കോ ഇത് പോവുകയില്ല. കാരണം അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ അതിൻ്റെ മെറിറ്റിനനുസരിച്ച് അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിൽ ഒരു തീരുമാനം വന്നതിന് ശേഷമേ എന്താണെങ്കിലും മറ്റു കാര്യങ്ങളിലേക്ക് പാർട്ടി കടക്കുകയുള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ. ശരി, CB അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇന്നലെയാണ് അൻവർ അനുവാദമില്ലാതെ നിർമ്മിച്ചു എന്ന് പറയുന്നു ആക്ഷേപം ഉന്നയിച്ച കോട്ടയ്ക്കൽ സ്റ്റേഷനിലെത്തുന്നത്. ഈ കോട്ടയ്ക്കൽ സ്റ്റേഷനിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ക്രമക്കേട് അൻവർ ആരോപിക്കുന്നുണ്ട്. സുജിത് ദാസിന്, മുൻ SP സുജിത് ദാസ് ഇതുമായി ബന്ധപ്പെട്ട് പങ്കാളിത്തമുണ്ട് എന്നാണ് അൻവർ പറഞ്ഞു വെക്കുന്നത്. ആ വാർത്തയിലേക്ക്. കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷന്റെ വളപ്പിലാണ് മെസ്കം കോൺഫറൻസ് ഹാൾ നിർമ്മിച്ചത്.
2021 ജൂലൈ 7-ന് സുജിത് ദാസ് ആണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. സർക്കാർ അനുമതിയില്ലാതെയാണ് കെട്ടിടം നിർമ്മിച്ചതെന്നാണ് പ്രധാന ആരോപണം. കെട്ടിടം കാണാനും രേഖകൾ പരിശോധിക്കാനുമായാണ് PV അൻവർ MLA കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. എന്നാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരില്ലാത്തതിനാൽ രേഖകൾ പരിശോധിക്കാൻ കഴിഞ്ഞില്ല. കെട്ടിട നിർമ്മാണത്തിനായി സുജിത് ദാസ് വ്യാപകമായി പണപ്പിരിവ് നടത്തിയിട്ടുണ്ടെന്നും ഇതിലൂടെ വൻ അഴിമതി നടന്നെന്നും അൻവർ MLA പറഞ്ഞു. ഈ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടം ഞാൻ മനസ്സിലാക്കുന്നത് ഗവൺമെന്റിന്റെ ഒരു അനുമതിയും ഇതിനില്ല. വലിയ പണപ്പിരിവ് നടത്തിയിരിക്കുന്നു ഈ പരിസര പ്രദേശത്തെ വ്യാപാരികളോട്. ഈ നാട് നീളെ കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തത് പോക്കറ്റിലാക്കാൻ ഉണ്ടാക്കിയ മറ്റൊരു പദ്ധതിയാണ് ഈ കാണുന്ന ഈ 2 മുറി ബിൽഡിംഗ്. ഇങ്ങനെ ഒരു വൻ അഴിമതി പണമുണ്ടാക്കാനായിട്ട് SP-യുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. എന്റെ അന്വേഷണത്തിൽ ആ തരത്തിലുള്ള സർക്കാരിന്റെ ഒരു ഫണ്ടോ പെർമിറ്റോ ഒന്നുമില്ല. അപ്പോ ആ ബോർഡ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഒരു ഫലകം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് സൂചനയാണ്. മെസ്കം കോൺഫറൻസ് ഹാളിന് നഗരസഭ നമ്പർ നൽകിയിട്ടില്ല. കെട്ടിടം നിർമ്മിച്ച കരാറുകാരന്റെയോ കമ്പനിയുടെയോ പേരില്ല. ASI നിർമ്മാണ മേൽനോട്ടം നടത്തിയെന്നാണ് ശിലാഫലകത്തിലുള്ളത്. ഇത് അനധികൃതമായി നിർമ്മിച്ചതാണെന്ന് അൻവർ ആവർത്തിച്ചു. പ്രത്യേക അന്വേഷണ സംഘം ഈ കെട്ടിട നിർമ്മാണം കൂടി അന്വേഷിക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടു. ADGP MR അജിത് കുമാറിനെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ട് സർക്കാർ ജയിലിലേക്ക് അയക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അൻവർ. അദ്ദേഹത്തിന്റെ സസ്പെൻഷനല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഡിസ്മിസലും അതിൽ നിന്ന് പിന്നീട് ജയിലിലേക്കുള്ള യാത്രയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സസ്പെൻഷൻ എന്താ? അത് ഏത് നിമിഷവും ആർക്കും കിട്ടാവുന്ന ഒരു കാര്യമാണ്. അതിലേ ഇത് അവസാനിക്കുള്ളൂ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചിരിക്കും. കുടിക്കുക മാത്രമല്ല അവനത് ഛർദ്ദിക്കും ചെയ്യും. യാതൊരു തർക്കവും നിങ്ങൾ കരുതണ്ട. കളക്ടർക്ക് മുൻപിൽ അപേക്ഷിച്ച തോക്കിന് ഉടൻ ലൈസൻസ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അൻവർ MLA കൂട്ടിച്ചേർത്തു. ഗണ്ണില്ലാതെ ഈ ഗണ്ണുകളായിട്ട് മുട്ടാൻ പറ്റില്ലല്ലോ, അറിയാലോ. നമ്മളെ ഞെക്കാൻ വരുന്നവന്റെ അടുത്ത് ഒരുത്തനെങ്കിലും തിരിച്ചു കൊടുക്കാലോ, അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. ന്യൂസ് 18 മലപ്പുറം.